ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ 5 മണിയായിട്ടുള്ളൂ കേട്ടോ സമയം. ഈ സമയം നമ്മളൊരു സ്ഥലം വരെ പോവാട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വഴിയെ പറയാം. രാവിലെ എണീറ്റ് കുളിച്ചുകൊണ്ട് ഭയങ്കര ജലദോഷം. എനിക്കില്ല കേട്ടോ. എന്നാൽ ഓക്കെ. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ പോയിട്ട് അമ്മച്ചീനെയും ചിറ്റേനെയും കൂട്ടിയിട്ടാട്ടോ നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ പോകുന്നത് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാട്ടോ. അപ്പോൾ അവിടെ നമുക്കൊന്ന് ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അമ്പലത്തിലേക്കല്ല, അപ്പുറത്തൊരു സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മച്ചി അങ്ങോട്ട് പോയി തോന്നുന്നു. നമുക്ക് ഏതായാലും പുറകെ പോയി നോക്കാം. ഇങ്ങനെ കേട്ടോ ഉള്ളിലേക്ക്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഈ കട ഉണ്ടോ, വൃന്ദാവൻ, ഇവിടെ കയറിയിട്ടാട്ടോ നമ്മൾ രാവിലെ ചായ കുടിച്ചത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിയുടെ, അതായത് അനുചേട്ടയുടെ അമ്മച്ചിയുടെ അച്ഛൻ്റെ ആണ്ടുബലിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബലിയിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനാണ് രാവിലെ വന്നത്. ഇന്നലെ വിളിച്ചിട്ടാണ് അമ്മച്ചി പറയുന്നത് നാളെ ബലിയിടാൻ പോകണമെന്ന്. അപ്പോൾ ഞാനും അനുചേട്ടയും വന്നു, പിന്നെ ചിറ്റയും കൂടെ ഉണ്ടായിരുന്നേ. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ചേലാമറ്റ അമ്പലത്തിൻ്റെ പുഴ സൈഡിലാണ്. ഇത് പെരിയാറാണ്. പെരിയാറിന്റെ തീരത്താണ് ചേലാമറ്റ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അവർ രണ്ടുപേരും പോയി ബലിയിട്ടു. നമ്മളങ്ങനെ ബലിപ്പുരയുടെ അകത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പുറത്തൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അപ്പച്ചി മരിച്ചിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നു, അകത്തേക്കൊന്നും പോയില്ല. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നു. അത് കഴിഞ്ഞ് അവർ ബലിയിട്ട് വന്നിട്ട് നമ്മൾ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചിറ്റേനെ അമ്മച്ചിനെ കാണിച്ചു കൊടുക്കട്ടോ. അപ്പോൾ രണ്ടുപേരും വീഡിയോ കണ്ടപ്പോൾ അങ്ങ് സ്റ്റക്കായി പോയിട്ടോ. രണ്ടുപേർക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ക്യാമറയിലേക്ക് ഇട്ടിട്ട് സ്റ്റക്കായിട്ടേക്കുമായിരുന്നേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കാണിച്ചില്ല, അതേ ഹോട്ടലിലേക്ക് തന്നെ കഴിക്കാൻ പോയിട്ടോ. ഇന്ന് നല്ല മസാല ദോശയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്ന് കഴിച്ചപ്പോൾ ഇത്രയും ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് വന്നപ്പോൾ നല്ല മസാല ദോശയായിരുന്നു കേട്ടോ. അത് കൂട്ടി കഴിച്ചു. ഞങ്ങൾ 3 പേരും മസാല ദോശ കഴിച്ചു. ചിറ്റ മാത്രം ഇഡലിയായിരുന്നു കഴിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാന്ന് വെച്ചിട്ട് സ്വാതിയും മരുമകളും മക്കളും ഒരേപോലെ അമ്പലത്തിലെ തിരുമേനി എന്നോട് വിളിച്ചു, ജിൻസുകളാണ്. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മച്ചിയും ചിറ്റയും കൂടെ അവിടെ ഇരുന്ന് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത്ര ഉണ്ടായിരുന്നല്ലേ. അപ്പം നമ്മൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ്.